Hi dear students, welcome to politics class. Today we can continue our chapter. Okay, last class we discussed some experiences of women in their life. We understand life of Lakshmi Lakra, Ramabai and Rajsundari Devi. They were faced challenges to attain education. Right? Did you remember this? Okay. Today we can discuss the life experience of Rokia Sakhawat Hussain. Okay. Rokia Sakhawat Hussain and her dreams about Ladyland. Rokia Sakhawat Hussain was born into a rich family who owned a lot of land. Rokia Sakhawat Hussain was born into a rich family. Though she knew how to read and write Urdu, she was stopped from learning Bangla and English. She knew how to read and write Urdu language, but ബംഗ്ല ഇംഗ്ലീഷ് എന്നീ ലാംഗ്വേജ് പഠിക്കാനായിട്ട് അവൾ തടയുകയാണ് ചെയ്തത്. ഇൻ ദോസ് ഡേയ്സ് ഇംഗ്ലീഷ് വാസ് സീൻ ആസ് എ ലാംഗ്വേജ് ദാറ്റ് വുഡ് എക്സ്പോസ് ഗേൾസ് ടു ന്യൂ ഐഡിയാസ് വിച്ച് പീപ്പിൾ തോട്ട് വെർ നോട്ട് കറക്റ്റ് ഫോർ ദം. ഗേൾസിനെ ന്യൂ ഐഡിയാസിലേക്ക് കൊണ്ടുവരുന്ന ഒരു ലാംഗ്വേജ് ആയിട്ടാണ് ഇംഗ്ലീഷ് കണക്കാക്കപ്പെട്ടിരുന്നത്. ബട്ട് ഗേൾസിന് അത് ശരിയല്ല എന്ന് പീപ്പിൾ കരുതുകയാണ് ചെയ്തത്. Therefore it was mostly boys who were taught English. ഗേൾസിന് ഇംഗ്ലീഷ് എന്ന ലാംഗ്വേജ് പഠിക്കാനായിട്ട് അനുവദിച്ചില്ല. അതേസമയം ബോയ്സിനായിരുന്നു പ്രിഫറൻസ് ഉണ്ടായിരുന്നത്. ദേ ക്യാൻ ലേൺ ഇംഗ്ലീഷ് ലാംഗ്വേജ്. Rokia learned to read and write Bangla and English with the support of her elder brother and elder sister. Elder brother and elder sister support കൂടി she learned to read and write Bangla and English language. She went on to become a writer. After she became a writer, she wrote a remarkable story titled Sultana's Dream in 1905 to practice her English skills when she was merely 25 years old. Okay, she became a writer. She wrote a story. What is the name of the story? Sultana's Dream. Okay, in which year? 1905. ഏത് ലാംഗ്വേജിലാണ് അവൾ സ്റ്റോറി എഴുതിയത്? ഇംഗ്ലീഷ് ലാംഗ്വേജിൽ. വെൻ ഷി വാസ് ഇൻ 25 years old. ഓക്കെ, ദിസ് സ്റ്റോറി ഇമാജിൻഡ് എ വുമൺ കോൾഡ് സുൽത്താന ഹു റീച്ചസ് എ പ്ലേസ് കോൾഡ് ലേഡിലാൻഡ്. ഈ സ്റ്റോറിയിലെ ഇമാജിനായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്, വുമൺ ക്യാരക്ടറാണ്. വാട്ട് ഈസ് നെയിം? സുൽത്താന എന്നത്. ഷീ റീച്ചസ് എ പ്ലേസ് ഇസ് കോൾഡ് ലേഡിലാൻഡ്. എ ലേഡിലാൻഡ് ഈസ് എ പ്ലേസ് വെയർ വുമൺ ഹാഡ് ദ ഫ്രീഡംസ് ടു സ്റ്റഡി, വർക്ക് ആൻഡ് ക്രിയേറ്റ് ഇൻവെൻഷൻസ് ലൈക്ക് കൺട്രോളിംഗ് റെയിൻ ഫ്രം ദ ക്ലൗഡ്സ് ആൻഡ് ഫ്ലൈയിങ് എയർ കാർസ്. ഈ സ്റ്റോറിയിൽ ഒരു ഇമാജിൻ ചെയ്യുന്ന ഒരു പ്ലേസാണ് ഏത്? ലേഡിലാൻഡ് എന്നുള്ളത്. അപ്പോൾ ഈ ലേഡിലാൻഡിനെ കുറിച്ചുള്ള പറയുന്നത് എന്താണ്? വുമണ്ണ് കംപ്ലീറ്റ് ആയിട്ടുള്ള ഫ്രീഡം ഉള്ള ഒരു ലാൻഡ്. എന്തൊക്കെ കാര്യത്തിന്? ടു സ്റ്റഡി, ടു വർക്ക്, ടു ക്രിയേറ്റ് ഇൻവെൻഷൻസ്. ഒക്കെ ഇവയൊക്കെ നടത്താനായിട്ട് ഫ്രീഡം കിട്ടിയ ഒരു ലാൻഡായിട്ടാണ് ലേഡിലാൻഡിനെ നമ്മുടെ റോക്കിയ സാഖവത് ഹുസൈൻ ക്രിയേറ്റ് ചെയ്തത്. ഓക്കെ, കൺട്രോളിങ് റെയിൻ ഫ്രം ദ ക്ലൗഡ്സ് ആൻഡ് ഫ്ലൈയിങ് എയർ കാർഡ്സ്, ഇങ്ങനെയുള്ള ഇൻവെൻഷൻസൊക്കെ കണ്ടുപിടിക്കാനായിട്ട് ഗേൾസിന് കഴിയും. അതിനൊരു റെസ്ട്രിക്ഷനും ഇല്ല എന്നുള്ള
പ്ലേസ് ആയിട്ടാണ് ലേഡി ലാൻഡിനെ കണ്ടത്. In this Lady Land, the men had been sent to seclusion. Their aggressive guns and other weapons of war defeated by the brain of women. ഇവിടെ ഈ ലേഡി ലാൻഡിൽ മെന്നും ഉണ്ട്, ലേഡീസ് മാത്രമല്ല. ബട്ട് എന്തെങ്കിലും വാറോ ഒക്കെ വരുമ്പോൾ അതിന് പുറകിൽ പ്രവർത്തിക്കുന്ന ബ്രെയിനായിട്ട് ആരുടെയാണ് കണ്ടത്? വുമൻ്റെ ബ്രെയിനായിട്ടാണ് കണ്ടത്. നല്ല പവറുള്ള ബ്രെയിനായി വർക്ക് ചെയ്യുന്ന വുമൺ തന്നെയാണ് കണ്ടത്. അപ്പോൾ വുമണ് വേണ്ടത്ര ഡയറക്ഷൻസ് കൊടുത്തുകൊണ്ട് വാസൊക്കെ ഉണ്ടാകുമ്പോൾ അത് ഡിഫീറ്റ് ചെയ്യാനൊക്കെ പോകുന്നതായിട്ടാണ് ഷീ ഇമാജിൻഡ് ഇൻ ദിസ് സ്റ്റോറി. ഓക്കെ. As Sultana travels in the Lady Land with sister Sarah, as you can see, Rokia Sahabat Hussain was dreaming of women flying planes and cars even before girls were being allowed to go to school. Okay. റോക്കിയ സാഹൂസിന് എഴുതിയ ലേഡി ലാൻഡ് എന്നുള്ള സ്റ്റോറിയിലെ പ്ലേസായ ലേഡി ലാൻഡിൽ വുമണിന് കംപ്ലീറ്റ് ഫ്രീഡം ഉണ്ടെന്ന് പറഞ്ഞു. ഈ ലേഡി ലാൻഡിലുള്ള വുമണിന് ക്രിയേറ്റീവായിട്ടുള്ള ഇൻവെൻഷൻസ് കണ്ടുപിടിക്കാൻ കഴിയും എന്നുള്ള കാര്യത്തെക്കുറിച്ച് ആ സ്റ്റോറി എഴുതിയത്. പക്ഷേ എന്താണ്, ഈ ഡ്രീമിങ്, അതായത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആക്ച്വലായിട്ട് നടക്കണമെങ്കിൽ എന്ത് വേണം? വി നീഡ് എഡ്യൂക്കേഷൻ. ഓക്കെ, എഡ്യൂക്കേഷൻ അറ്റൈൻ ചെയ്തെങ്കിൽ മാത്രമാണ് എന്ത് സാധിക്കുകയുള്ളൂ? ഇങ്ങനെയുള്ള ഇൻവെൻഷൻസൊക്കെ ക്രിയേറ്റ് ചെയ്യാനൊക്കെ കഴിയുള്ളൂ. അതായത് ഫ്ലൈയിങ് പ്ലെയിൻസ്, കാർസൊക്കെ ഫ്ലൈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇൻവെൻഷൻ ചെയ്യാനായിട്ട് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ girls should go to school. Okay, this was the way in which education and learning had changed Rokia's own life. Rokia did not stop at getting education just for herself. Her education gave her the power not only to dream and write, but also to do more to help other girls go to school and to build their own dreams. ഇപ്പോൾ റോക്കിയ സഹദ് ഹുസൈൻ അറ്റൈൻ ചെയ്തത് അവൾക്ക് വേണ്ടി മാത്രമായിട്ടല്ല അവൾ കരുതിയത്. അവൾ അതിലൂടെ ആ റോക്കിയ സഹദ് ഹുസൈൻ അറ്റൈൻ ചെയ്ത എഡ്യൂക്കേഷൻ അവളുടെ ഡ്രീമിലും റൈറ്റിലും മാത്രമാക്കിയില്ല, മറ്റുള്ളവർക്കും കൂടെ എന്താണ് എഡ്യൂക്കേഷൻ നേടാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്തത്. ഷീ ബിൽഡ് ദെയർ ഓൺ ഡ്രീംസ്. അതായത് അവൾ സ്കൂളുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്തത്. In 1910 she started a school in Kolkata and to this day the school is still functioning. അങ്ങനെ 1910 അവൾ കൊൽക്കത്തയുടെ ഗേൾസിന് വേണ്ടിയിട്ട് ഒരു സ്കൂൾ സ്റ്റാർട്ട് ചെയ്തു. ഇന്നും എന്താണ് ഈ സ്കൂൾ ഫങ്ഷനിങ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദിസ് ഈസ് ദ സ്റ്റോറി ഓഫ് റോക്കിയ സഹവത് ഹുസൈൻ. അൺലൈക്ക് രാജ്സുന്ദരി ദേവി ആൻഡ് റോക്കിയ സഹവത് ഹുസൈൻ who were not allowed to learn to read and write, large number of girls attend school in India today. രാജ്സുന്ദരി ദേവി, റോക്കിയ സഹവത് ഹുസൈൻ ഇവരുടെയൊക്കെ ലൈഫിൽ നോക്കുകയാണെങ്കിൽ അവർക്ക് റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനുള്ള അവകാശം കൊടുത്തിരുന്നില്ല, അല്ലേ? അവർക്ക് അലൗ ചെയ്തിരുന്നില്ല. ബട്ട് nowadays in our country we can see a large number of girls attend school. Despite this, there continue to be many girls who leave school for reasons of poverty, inadequate schooling facilities and discrimination. Nowadays we can see our girls education is promoting, but despite this we can see
many girls who leave from school. What are the reasons? For poverty, inadequate schooling facilities and discrimination. ഇപ്പോൾ സൊസൈറ്റിയിൽ കൂടുതലും എന്താണ് പോവർട്ടി ഫേസ് ചെയ്യുന്ന നമുക്ക് കാണാൻ കഴിയും അല്ലേ. നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് ഡെവലപ്പിംഗ് കൺട്രിയാണ്. മോസ്റ്റ് ഓഫ് ദ പീപ്പിൾസ് ആർ ലിവിങ് ഇൻ അണ്ടർ പോവർട്ടി ലൈൻ. ഓക്കെ, ആ ഒരു സിറ്റുവേഷൻ ഉള്ളത് കൊണ്ട് എഡ്യൂക്കേഷന് ഗേൾസിന് വേണ്ടത്ര പ്രൊമോട്ട് ചെയ്യപ്പെടുന്നില്ല. ദെൻ ഇനാഡിക്വേറ്റ് സ്കൂളിംഗ് ഫെസിലിറ്റീസ്, സ്കൂളിൽ ബേസിക് ആയിട്ടുള്ള ഫെസിലിറ്റീസും എസെൻഷ്യലാണ്. വി ക്യാൻ ടേക്ക് ദ എക്സാമ്പിൾ ഓഫ് ടോയ്ലറ്റ് ഫെസിലിറ്റീസ്, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ക്ലീൻഡ് ആയിട്ടുള്ളൊരു ടോയ്ലറ്റ് ഫെസിലിറ്റി സ്കൂളിന് വേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള ടോയ്ലറ്റ് ഫെസിലിറ്റീസ്, റെസ്റ്റ് റൂമുകളൊന്നും അലൗ ചെയ്യാത്തതും ഗേൾസ് ഒരു ലെവലിൽ വെച്ച് സ്കൂളിൽ നിന്ന് ലീവ് ചെയ്യുന്നതിന് കാരണമാകുന്നു. മറ്റൊന്നാണ് ഡിസ്ക്രിമിനേഷൻ. ഗേൾസ് ബോയ്സ് എന്ന ഡിസ്ക്രിമിനേഷനുണ്ട്. അതുപോലെ തന്നെ ഓരോരോ വിഭാഗത്തിൽപ്പെടുന്നത്, അതായത് ദളിത്, ആദിവാസീസ്, മുസ്ലിംസ് എന്നിങ്ങനെ പല പല കാറ്റഗറിയിൽ എന്താണ് ഡിസ്ക്രിമിനേറ്റ് ചെയ്യപ്പെടുന്നതും പല കുട്ടികളും സ്കൂളിൽ നിന്ന് ലീവ് ചെയ്യുന്നതിന് കാരണമാകുന്നു, എസ്പെഷ്യലി ഗേൾസിൻ്റെ കേസസിൽ. ഓക്കെ, പ്രൊവൈഡിങ് ഈക്വൽ സ്കൂളിംഗ് ഫെസിലിറ്റീസ് ടു ചിൽഡ്രൻ ഫ്രം ഓൾ കമ്മ്യൂണിറ്റീസ് ആൻഡ് ക്ലാസ് ബാക്ക്ഗ്രൗണ്ട്സ് ആൻഡ് particularly girls continues to be a challenge in India. അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യപ്പെടുന്നുണ്ടെങ്കിലും എല്ലാവർക്കും ഈക്വൽ സ്കൂളിംഗ് ഫെസിലിറ്റീസും പ്രൊവൈഡ് ചെയ്യാനും എല്ലാ കമ്മ്യൂണിറ്റീസിനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കാനും എല്ലാവർക്കും പിന്നെ ഈക്വൽ ബാക്ക്ഗ്രൗണ്ട്സ് പ്രൊവൈഡ് ചെയ്യണം, ക്ലാസ് ബാക്ക്ഗ്രൗണ്ട്സ് പ്രൊവൈഡ് ചെയ്യാനും ഒക്കെ നടത്തിക്കൊണ്ട് പോകുന്നത് നമ്മുടെ കൺട്രിയിൽ ഇന്ന് വളരെയധികം ചലഞ്ച് നേരിടുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം നോക്കിയാണ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ കൺട്രി എന്താണ് എഡ്യൂക്കേറ്റഡ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോഴും എന്താണ് കുറേയേറെ ആളുകൾ ഇലിറ്ററേറ്റ് ആയിട്ട് കഴിയുന്നുണ്ട്. ഓക്കെ, അതായത് ഇന്നും നമ്മുടെ സൊസൈറ്റി നോക്കുകയാണെങ്കിൽ കുറേയേറെ ആളുകൾ എഡ്യൂക്കേഷൻ കിട്ടാത്ത അവരായിട്ട് ജീവിക്കുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് സ്കൂളിംഗ് ആൻഡ് എഡ്യൂക്കേഷൻ ടുഡേ. Today, both boys and girls attend school in large numbers. Yet, as we will see, there still remain differences between the education of boys and girls. ഇന്നും എന്താണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ കൺട്രിയിൽ ഒത്തിരിയേറെ പ്രൊമോട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഗേൾസും ബോയ്സും ഒക്കെ എല്ലാവരും തന്നെ സ്കൂളിൽ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ബട്ട് ഇപ്പോഴെന്താണ് എഡ്യൂക്കേഷൻ്റെ ബേസ് ചെയ്തുകൊണ്ടുള്ള ബോയ്സ് ഗേൾസ് ഡിസ്ക്രിമിനേഷനും ഇന്നും നിലനിൽക്കുന്നുണ്ട്. ഇന്ത്യ ഹാസ് എ സെൻസസ് എവറി 10 years. ഓരോ 10 years കൂടുമ്പോഴും ഇന്ത്യയിൽ സെൻസസ് നടക്കാറുണ്ട്. പോപ്പുലേഷൻ സെൻസസ് വിച്ച് കൗണ്ട്സ് ദ ഓൾ പോപ്പുലേഷൻ ഓഫ് ദ കൺട്രി. സെൻസസ് എന്താണ് നടത്തുന്നത്? നമ്മുടെ കൺട്രിയിലുള്ള ടോട്ടൽ പോപ്പുലേഷൻ്റെ എണ്ണമാണ്. പോപ്പുലേഷൻ മീൻസ് നമ്പർ ഓഫ് പീപ്പിൾ ലിവിങ് ഇൻ എ കൺട്രി. ഒരു രാജ്യത്ത് ജീവിക്കുന്ന ആളുകളുടെ എണ്ണമാണ് ഇത് സെൻസസ് ആയിട്ട് എടുക്കുന്നത്. ഓരോ 10 years കൂടുമ്പോഴാണ് നമ്മുടെ കൺട്രിയിൽ സെൻസസ് നടത്തപ്പെടുന്നത്. ഇറ്റ് ഓൾസോ ഗാദർ ഡീറ്റെയിൽഡ് ഇൻഫോർമേഷൻ അബൌട്ട് ദ പേഴ്സൺ ലിവിങ് ഇൻ ഇന്ത്യ, their age, schooling, what work they do and so on. ഈ സെൻസസിൽ ആളുകൾ ഒരു വീട്ടിൽ എത്ര എണ്ണം ഉണ്ട് എന്ന് മാത്രമല്ല എടുക്കുന്നത്, അതിൽ ഓരോ പേഴ്സണും അവരുടെ ഏജ് എത്രയാണ്, അവരുടെ സ്കൂളിങ്, അതായത് അവരുടെ എഡ്യൂക്കേഷൻ എത്രയാണ്, അവിടെ എത്രാം ക്ലാസ്സിൽ പഠിക്കുന്നു അല്ലെങ്കിൽ എത്ര വരെ പഠിച്ചു എന്നുള്ള കാര്യങ്ങൾ, വാട്ട് ദേ വർക്ക് ഡു, എന്ത് വർക്കാണ് അവർ ചെയ്യുന്നത്, അല്ലെങ്കിൽ വീട്ടിലെ ഫെസിലിറ്റീസ് എന്തൊക്കെയാണ്, ഏത് തരം വീട്ടിലാണ് അവർ ജീവിക്കുന്നത്,
എന്നിങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചുകൊണ്ടാണ് ഒരു പോപ്പുലേഷൻ സെൻസസ് നമ്മുടെ കൺട്രിയിൽ നടത്തപ്പെടുന്നത്. Every 10 years held census in our country. Okay, we use this information to measure many things like the number of literate people and the ratio of men and women. ഈ സെൻസസ് യൂസ് ചെയ്യുന്നത് എന്താണ്, എത്ര ആളുകളുണ്ട് എന്നത് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമല്ല, മെനി അതർ ഇൻഫോർമേഷൻസ് മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ്? നമ്പർ ഓഫ് ലിറ്ററേറ്റ് പീപ്പിൾ. ലിറ്ററേറ്റ് മീൻസ് ഏതെങ്കിലും ഒരു ലാംഗ്വേജിൽ എഴുതാനും വായിക്കാനും അറിയുന്ന ആളുകളെയാണ് ലിറ്ററേറ്റ് പീപ്പിൾ എന്ന് പറയുന്നത്, അതായത് സാക്ഷരത എന്ന് പറയുന്നത്. ഓക്കെ, എത്ര ആളുകൾ ലിറ്ററേറ്റ് ആയിട്ടുണ്ട്, എത്ര ആളുകൾ ഇലിറ്ററേറ്റ് ആയിട്ടുണ്ട്, മെൻ ആൻഡ് വുമൺ റേഷ്യോ എത്രയാണ്, അതായത് ഇത്ര പുരുഷന്മാർക്ക് ഇത്ര സ്ത്രീകൾ എന്ന ഒരു റേഷ്യോ ആണ് ഉള്ളത്. അപ്പോൾ ആ റേഷ്യോ പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് തന്നെയാണ് പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ സെൻസസിലൂടെ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അക്കോർഡിംഗ് ടു ദ 1961 census, about 40% of all boys and men, that is 7 years old and above, were literate, that is they could at least write their names. Here literate means they could at least write their names, compared to just 15% of all girls and women. 1961 സെൻസസ് നോക്കുകയാണെങ്കിൽ ഓൾ ബോയ്സ് ആൻഡ് മെന്നിൻ്റെ ലിറ്ററസി റേറ്റ് എന്ന് പറയുന്നത് 40% ആണ്. അതായത് 7 ഇയേഴ്സിന് മുകളിലേക്കുള്ളവരെയാണ് കൺസിഡർ ചെയ്തത്. ഓൾ ബോയ്സും മെന്നി കാറ്റഗറിയിൽ ഇൻക്ലൂഡ് ചെയ്തത്. അറ്റ്ലീസ്റ്റ് സ്വന്തമായിട്ട് പേര് എഴുതാൻ അറിയുന്നവരെ ലിറ്ററേറ്റ് കാറ്റഗറിയിലാണ് ഇവിടെ ഇൻക്ലൂഡഡ് ചെയ്തിരിക്കുന്നത്. 1961 സെൻസസ് പ്രകാരം എബൌട്ട് 40% ഓഫ് ഓൾ ബോയ്സ് ആൻഡ് മെന്നിന് ലിറ്ററേറ്റ് ആയിട്ടുള്ളവരാണ് ഉണ്ടായിരുന്നത്. അറ്റ് ദാറ്റ് ടൈം only 15% of all girls and women literate. 50% ഓഫ് വുമൺ അല്ലെങ്കിൽ ഗേൾസ് മാത്രമായിരുന്നു 1961 ലിറ്ററേറ്റ് ആയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇൻ ദ മോസ്റ്റ് റീസെൻറ്റ് സെൻസസ് ഓഫ് 2001 നോക്കുകയാണെങ്കിൽ ദീസ് ഫിഗർ ഹാസ് ഗ്രോൺ ടു 76% ഓഫ് ഫോർ ബോയ്സ് ആൻഡ് മെൻ and 54% of girls and women. 2001 നിന്ന സെൻസസ് നോക്കുകയാണെങ്കിൽ എന്താണ് ലിറ്ററസി റേറ്റ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. 40% ഉണ്ടായിരുന്ന മെൻ ബോയ്സ് ലിറ്ററസി 76% ആയിട്ടുണ്ട്. ഗേൾസ് അല്ലെ വുമൻ്റെ ലിറ്ററസി റേറ്റ് എന്ന് പറയുന്നത് 54% ആയിട്ട് ഇൻക്രീസ് ചെയ്തു. ഓക്കെ, this means that the proportion of both men and women who are now able to read and have at least some amount of schooling has increased. ഇതെന്താണ് നമ്മൾക്ക് മനസ്സിലാക്കി തരുന്നത്? മെന്നിൻ്റെയും വുമൻ്റെയും ലിറ്ററസി റേറ്റ് എന്ന് പറയുന്ന ഇൻക്രീസ് ചെയ്ത്, അതായത് അവർക്ക് ഒന്നെങ്കിൽ എഴുതാനും വായിക്കാനും ഒക്കെ കഴിയുന്നവരായി, അതായത് അവർ സ്കൂളിൽ അറ്റൻഡ് ചെയ്യുന്നവരുടെ എണ്ണം എന്ന് പറയുന്നത് എന്താണ്, ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്തത്. ബട്ട് ആസ് യു ക്യാൻ ഓൾസോ സീ ദ പെർസെൻറ്റേജ് ഓഫ് ദ മെയിൽ ഗ്രൂപ്പ് ഈസ് സ്റ്റിൽ ഹയർ ദാൻ ഫീമെയിൽ ഗ്രൂപ്പ്. ദ ഗ്യാപ്പ് ഹാസ് നോട്ട് ഗോൺ എവേ. നമ്മൾ കണ്ടു 40% ഓഫ് മെന്നിൽ നിന്ന് എത്രയും 76% ആയിട്ട് ഇൻക്രീസ് ചെയ്തു. ദെൻ 15% ഉണ്ടായിരുന്ന ഗേൾസ് ലിറ്ററസിന്ന് 54 ആയിട്ട് ഇൻക്രീസ് ചെയ്തു. ബട്ട്
76 54 തമ്മിലുള്ള ഡിഫറൻസ് നോക്കുക. അവിടെ ആർക്കാണ് കൂടുതലായിട്ടുള്ള ലിറ്ററേറ്റ് ആയിട്ടുള്ളത്? 76% ആർക്കാണ് ഉള്ളത്? മെന്നിനാണ് ഉള്ളത്. ഹിയർ വി ക്യാൻ സീ എ ഗ്യാപ്പ് ബിറ്റ്വീൻ മെൻ ആൻഡ് വുമൺ ലിറ്ററസി റേറ്റ്. ഓക്കെ, now we can take the census of 2011. According to the 2011 census of India, the overall rate of literacy is 73%. Okay, the rate of literacy for men is 80.9% for men, and for women it is 64.6%. Okay, this means that more than 1/4 of the country's population is still literate. Okay, 73% of people മാത്രമാണ് നമ്മുടെ ഇന്ത്യയിലായ ലിറ്ററേറ്റ് ആയിട്ട് ഉള്ളൂ. ഇപ്പോഴും 1/4 പീപ്പിൾ എന്താണ്? ഇലിറ്ററേറ്റ് ആയിട്ട് തന്നെയാണ് ഉള്ളത്. മോർ ദാൻ 25% ഓഫ് പീപ്പിൾ ഇന്ന് എന്താണ്? ഇലിറ്ററേറ്റ് ആയിട്ട് ഉള്ളവരാണുള്ളത്. അപ്പോൾ മെന്നിൻ്റെ ലിറ്ററസി റേറ്റ് എന്ന് പറയുന്നത് 80.9, വുമൻ്റെ എത്രയാണ്? 64.6%. 2001 ലിറ്ററസി റേറ്റ് എന്ന് പറഞ്ഞാൽ മെന്നിന് 76 വുമണ് 54 2011 ആയപ്പോഴേക്ക് 76 80.9 മെന്നും 54% 64.6% ആയിട്ട് വുമൻ്റെ ലിറ്ററസി റേറ്റ് ഇൻക്രീസ് ചെയ്തു. എന്നാലും എന്താണ്? മെന്ന് വുമൺ എന്നുള്ള ലിറ്ററസിയുടെ റേറ്റ് നോക്കിയാൽ ഇവിടെ ഒരു ഗ്യാപ്പ് തന്നെയാണ് ഉള്ളത്. ഓക്കെ, ദെൻ 2020 ഇന്ത്യയിലുള്ള ലിറ്ററസി റേറ്റ് നോക്കുകയാണെങ്കിൽ 77.7% ആയിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. എത്രയാ? 73 നിന്ന് തുടങ്ങി എത്ര എത്തി? 77.7% ആയിട്ട് ഇൻക്രീസ് ചെയ്തു. ഓക്കെ, നമ്മുടെ കൺട്രിയിൽ ഏറ്റവും കൂടുതൽ ലിറ്ററേറ്റ് ആയിട്ടുള്ള ആളുകളുള്ള സ്റ്റേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കേരളമാണ്. ഓക്കെ, ഇൻ കേരള മെയിൽ ലിറ്ററസി റേറ്റ് ഈസ് 97.4%. ഓക്കെ, ദെൻ ഫീമെയിൽ ലിറ്ററസി റേറ്റ് ഈസ് 95.2%. Okay, male literacy rate is 97.4 and female literacy rate is 95.2%. അപ്പോൾ ഇവിടുത്തെ ഗ്യാപ്പ് എന്ന് പറയുന്നത് അറൗണ്ട് 2% മാത്രമാണ് ഗ്യാപ്പ് ഉള്ളത്. അപ്പോൾ ടോട്ടൽ ഓൾ ഓവർ ദ കേരള വി ക്യാൻ ടേക്ക് ദ ലിറ്ററസി റേറ്റ് ഈസ് 66.2% ആണ്. ഓക്കെ, 2020 ലിറ്ററസി റേറ്റ് നോക്കുകയാണെങ്കിൽ. ഓക്കെ, ദെൻ at the same time we can take the other states. Some states have very least literacy rate. That is, first we can take Andhra Pradesh. Andhra Pradesh is the lowest literacy state in our country. Only 66.4% of literacy rate. ഓക്കെ, നമ്മുടെ കേരളയിൽ 96.2% ഉള്ളപ്പോൾ ആന്ധ്രാപ്രദേശിൽ എത്രയാണ്? 66.4% മാത്രമാണ് ഉള്ളത്. ദെൻ രാജസ്ഥാനിൽ നോക്കുകയാണെങ്കിൽ 69.7%. ദെൻ ബീഹാറിൽ 70.9%. ദെൻ തെലുങ്കാന 72.8%. ഓക്കെ, അപ്പോൾ ഏറ്റവും
ലാർജസ്റ്റ് ലിറ്ററസി റേറ്റ് ഉള്ളത് കേരളയിലാണ് 96.2%, ആൻഡ് ദ ലോവസ്റ്റ് ലിറ്ററസി റേറ്റ് ഇൻ ആന്ധ്രാപ്രദേശ് ഓൺലി 66.4%. Okay, here you can see a table. This table shows the percentage of girls and boys who leave schools from different social groups. Okay, here we can see 3 levels: primary level, elementary level and secondary level. SSC means a scheduled caste, is the official term of Dalit. SSC means a scheduled caste, official term of Dalit. Then next ST. ST means a scheduled tribe, is the official term of Adivasi. Okay, ST, that is scheduled tribe, official term for Adivasi. SC means a scheduled caste, that is official term of Dalit. Okay, here number of students leave school from different level. First we can look the primary classes, that is 1 to 5 classes. All boys എന്നുള്ളത് ഡിനോട്ട് ചെയ്യുന്നത് എല്ലാ കാറ്റഗറിയിലും വരുന്ന കുട്ടികളെയാണ്. അതിൽ 34 ബോയ്സ് പ്രൈമറി ലെവലിൽ സ്കൂളിൽ നിന്ന് ലീവ് ചെയ്യുന്നു. ദെൻ SSC ബോയ്സിൽ 37% ഓഫ് ബോയ്സ് ലീവ് ഫ്രം സ്കൂൾസ്. ദെൻ നെക്സ്റ്റ് ST ബോയ്സ് 49% leave from school. Then you can look the girls. All girls 29% primary level leave ചെയ്യുന്നു. SSC girls 36%. Then ST girls 49%. അപ്പോൾ ടോട്ടൽ percentage of children leave from school at the primary level is 31%. Okay, then next can look the elementary level, that classes from 6 to 8. All boys, that is 52% of students leave from school at the elementary classes. Then next SSC boys 57, ST boys 69, all girls 53, SSC girls 62, ST girls 71. Total children leave school from elementary classes is 52%. അപ്പോൾ നോക്കുക, പ്രൈമറി ക്ലാസ്സിൽ നിന്ന് എലമെൻ്ററി ക്ലാസ്സിലേക്ക് എത്തുമ്പോഴേക്കും 31 52 ആയിട്ട് ഇൻക്രീസ് ചെയ്ത് ഇരിക്കുകയാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വി ക്യാൻ ലുക്ക് ദ സെക്കൻഡറി ലെവൽ 9 to 10 ക്ലാസ്സസ്. ഓൾ ബോയ്സിൽ 61 സ്റ്റുഡൻസ് എലമെൻ്ററി ക്ലാസ്സിൽ ലീവ് ചെയ്യുന്നു. SSC ബോയ്സ് 71, ST ബോയ്സ് 78, ഓൾ ഗേൾസിൽ 65, SSC ഗേൾസ് 76, ST ഗേൾസ് 81 ആൻഡ് ടോട്ടൽ 63. അപ്പോൾ 31 നിന്ന് 52 ആയി ഇൻക്രീസ് ചെയ്തു. ദെൻ 52 നിന്ന് 63 ആയിട്ട് എന്താ കുട്ടികൾ, അതായത് സെക്കൻഡറി സ്കൂൾ ലെവലിലെത്തുമ്പോഴേക്കും സ്കൂളിൽ നിന്ന് ഡ്രോപ്പ് ഔട്ട് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ സ്റ്റേജസിലും സ്കൂൾ ലെവലിലും ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് സ്കൂളിൽ നിന്ന് കുട്ടികൾ ലീവ് ചെയ്യുന്ന പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ഇവിടെ എന്താണ് കൂടുതലാണ് കാണുന്നത്. 2003-2004 നടന്ന ഒരു എഡ്യൂക്കേഷൻ സർവേയുടെ റിപ്പോർട്ടാണിത്. ഓക്കെ, ദെൻ ഹിയർ ഗിവൺ സം ക്വസ്റ്റ്യൻസ്. വാട്ട് പെർസെൻറ്റേജ് ഓഫ് ചിൽഡ്രൻ ലീവ് സ്കൂൾ അറ്റ് ദ എലമെൻ്ററി ലെവൽ? What percentage of children leave school at the elementary level? You find the answer from the table. Yes, 52% of children leave school at the elementary level. At which level of education do you see the highest percentage of children leaving
Which level? Yes, at the secondary level. Okay, here 63% of students leave from the school at the secondary level, 9 to 10 classes ആകുമ്പോഴേക്കും. Then here another question. Why do you think that the percentage of Adivasi girls and boys leaving school is higher than that of any other groups? എന്തുകൊണ്ടായിരിക്കും പിന്നെ മറ്റു കാറ്റഗറിയിലുള്ള സ്റ്റുഡൻസിനേക്കാളും കൂടുതലും SC/ST വിഭാഗത്തിൽപ്പെടുന്ന ബോയ്സും ഗേൾസും ഒക്കെ സ്കൂളിൽ നിന്ന് ലെഫ്റ്റ് ചെയ്യുന്ന? വാട്ട് ഈസ് ദ റീസൺ? ക്യാൻ യു തിങ്ക് അബൌട്ട് ദിസ്? There are several reasons behind this. First, we can see in the rural and poor areas of our country, there are no proper schools. There are no teachers who can teach on regular basis. Okay, proper school facilities അല്ലെങ്കിൽ ടീച്ചേഴ്സ് ലഭ്യമല്ലാത്തതും എന്താണ് സ്കൂളിൽ നിന്ന് ലീവ് ചെയ്യാൻ കാരണമാകുന്നു. If a school is not close to people's home and there is no transport, parents do not show their willingness to send their girls to school. അപ്പോൾ എന്താണ് പല പേരൻസും എന്താണ് ഗേൾസിന് സ്കൂളിൽ അയക്കാൻ റെഡി ആവത്തുണ്ടാവില്ല. അവർ ഇലിറ്ററേറ്റ് ആയതുകൊണ്ട് അവർക്ക് എഡ്യൂക്കേഷൻ്റെ ഇമ്പോർട്ടൻസ് ഒന്നും അറിയാത്തത് കൊണ്ട് പലപ്പോഴും ഗേൾസിനെ ആയിരിക്കും പിൻപോട്ട് വരിക്കുന്നത്. ബോയ്സിനെ അവർ എഡ്യൂക്കേഷനെ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുന്നു. എന്തുകൊണ്ടായിരിക്കും? ബോയ്സ് എന്ന് പറയുന്നത് അധ്വാനിച്ച് എന്താണ് ക്യാഷൊക്കെ വീട്ടിൽ കൊണ്ടുവരാനുള്ളവരാണ്. അതുകൊണ്ട് അവർക്ക് എഡ്യൂക്കേഷൻ കിട്ടുന്നതിനോടായിരിക്കും ഇങ്ങനെയുള്ള പേരൻസ് സപ്പോർട്ട് ചെയ്യുന്നത്. കൂടുതലും എന്താണ് പേരൻസ് എഡ്യൂക്കേഷനെ പ്രൊമോട്ട് ചെയ്യാത്തവരുമുണ്ട്, ഇലിറ്ററേറ്റ് ആയിട്ടുള്ള പേരൻസ്. മറ്റൊന്നാണ് പറഞ്ഞത്, നമ്മളൊക്കെ എപ്പോഴും ഇങ്ങനെ നമ്മുടെ വീടിനടുത്ത് സ്കൂൾ ഫെസിലിറ്റീസ് ഉള്ളത് കൊണ്ട് നമ്മൾ അടുത്തുള്ള സ്കൂളിൽ വരുന്നല്ലേ, അല്ലെങ്കിൽ കുറച്ച് ദൂരെയാണെങ്കിലും നമ്മൾ എന്താണ് ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്യും. നമ്മളൊക്കെ സ്കൂൾ ബസ്സുകളോ അല്ലെങ്കിൽ ഓട്ടോറിക്ഷയോ അല്ലെങ്കിൽ ലൈൻ ബസ്സോ ഇവയൊക്കെ ലഭ്യമായതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ കുറച്ച് ദൂരത്തു നിന്നാണെങ്കിലും സ്കൂളിലേക്ക് എത്തുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഫെസിലിറ്റീസ് ഇല്ലാത്തതും എന്താണ് കുറച്ച് എന്താണ് കുട്ടികൾ സ്കൂളിൽ നിന്ന് ലീവ് ചെയ്യാനായിട്ട് കാരണമാകുന്നു. ഓക്കെ, മെനി ചിൽഡ്രൻ ഓൾസോ ലീവ് സ്കൂൾ ബിക്കോസ് ദേ ആർ ഡിസ്ക്രിമിനേറ്റഡ് എഗെയിൻസ്റ്റ് ബൈ ദ ടീച്ചർ ആൻഡ് ക്ലാസ്മേറ്റ്സ്. മറ്റൊന്ന് എന്താ പറയുക, ഡിസ്ക്രിമിനേഷൻ അല്ലേ, ബോയ്സ് ഗേൾസ് എന്നുള്ള ഡിസ്ക്രിമിനേഷന് ചിലപ്പോൾ കാരണമാകും. മറ്റൊന്നാണ് ഏത്, ടീച്ചർ ആൻഡ് ക്ലാസ്മേറ്റ്സ് ഡിസ്ക്രിമിനേറ്റ് ചെയ്യപ്പെടുന്നത്. നമ്മൾ ഓം പ്രകാശ് വാൽമീകിയുടെ ഒക്കെ സ്റ്റോറി പഠിച്ചതായിരുന്നു അല്ലേ, അവരൊക്കെ എന്താണ് ദളിത് വിഭാഗത്തിൽപ്പെട്ടതായതുകൊണ്ട് ടീച്ചേഴ്സും അതർ സ്റ്റുഡൻസ് അതേ ക്ലാസ്മേറ്റ്സും എന്ത് ചെയ്യുന്നു, അവർ ഡിസ്ക്രിമിനേറ്റ് ചെയ്യപ്പെടുന്നു അല്ലേ. അപ്പോൾ ഈ റീസൺ എന്താണ് ചിൽഡ്രന് സ്കൂളിൽ നിന്ന് ലീവ് ചെയ്യാൻ കാരണമാകുന്നു. ഓക്കേ, you have probably noticed in the above table that SC/ST girls leave school at the rate that is higher than the category of all girls. All girls-ന്റെ കാറ്റഗറിയും SC/ST ഗേൾസിൻ്റെ കാറ്റഗറിയും ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിക്കേ. ഏറ്റവും കൂടുതൽ ഗേൾസ് ലീവ് ചെയ്യുന്നത് ഇതിന് SC/ST വിഭാഗത്തിൽപ്പെടുന്ന ഗേൾസാണ്. ഓക്കെ, ദീസ് മീൻസ് ദാറ്റ് ഗേൾസ് ഹൂ ആർ ഫ്രം ദളിത് ആൻഡ് ആദിവാസീസ് ബാക്ക്ഗ്രൗണ്ട്സ് ആർ ലെസ് ലൈക്ലി ടു റിമെയിൻ ഇൻ സ്കൂൾ. Okay, the 2001 census also found that Muslim girls are less likely than Dalit and Adivasi girls to complete primary school, while a Muslim girl is likely to stay in school for around 3 years. Girls from other communities spend around 4 years in school. To മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ട കുറേ ഗേൾസും ലീവ് ചെയ്യുന്നതിന് സെൻസസ് റിപ്പോർട്ട് ചെയ്യുന്നു. അതായത് ആ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ബാക്ക്ഗ്രൗണ്ട്സ് ഗേൾസിന്
എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യാത്തതാണ്. അതാണ് ഗേൾസ് എഡ്യൂക്കേഷൻ ബാക്ക്വേർഡ് ആവുന്ന കാരണമായത്. അതായത് മുസ്ലിം ഗേൾസ് അറൗണ്ട് 3 years വരെ സ്കൂളിൽ പോവുകയും പിന്നീട് എന്താണ് അവർ സ്കൂളിൽ നിന്ന് ലീവ് ചെയ്യുന്നു. അറ്റ് ദ സെയിം ടൈം അതർ കമ്മ്യൂണിറ്റീസിലുള്ള ഗേൾസ് 4 years വരെയാണ് സ്കൂളിൽ അവർ സ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, now we can discuss what are the reasons behind to children from Dalit and Muslims community leave school. And there are several reasons. In many parts of the country, especially in the rural and poor areas, there may not be even be proper schools nor teachers who teach on regular basis. അതായത് റൂറൽ അല്ലെങ്കിൽ പുവർ ഏരിയാസിൽ നോക്കുകയാണെങ്കിൽ പ്രോപ്പർ സ്കൂൾ ഫെസിലിറ്റീസ് അടുത്തില്ലാത്തതും അല്ലെങ്കിൽ റെഗുലർ ടീച്ചേഴ്സ് ഫെസിലിറ്റി ലഭിക്കാത്തതുമൊക്കെ എന്താണ് കുട്ടികൾ സ്കൂളിൽ നിന്ന് ലീവ് ചെയ്യാൻ കാരണമാകുന്നു. ഓക്കെ, ഇഫ് എ സ്കൂൾ ഈസ് നോട്ട് ക്ലോസ് ടു എ പീപ്പിൾസ് ഹോം, നമ്മുടെ വീടിനോട് അടുത്ത് തന്നെ സ്കൂൾ ഫെസിലിറ്റീസും ഇല്ലാത്തതും കുറേ കുട്ടികൾ സ്കൂളിൽ പോകാത്തതിന് കാരണമാകുന്നു. ആൻഡ് ദർ ഈസ് നോ ട്രാൻസ്പോർട്ട് ലൈക്ക് ബസ്സസ് ഓർ വാൻസ്, പേരൻസ് മേ നോട്ട് ബി വില്ലിംഗ് ടു സെൻഡ് ദെയർ ഗേൾസ് ടു സ്കൂൾ. ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി ഇല്ലാത്തതും എന്താണ് കുട്ടികൾ സ്കൂളിൽ പോകുന്നതിന് തടസ്സമാകുന്നുണ്ട്. ദെൻ അതുപോലെ തന്നെ പേരൻസ് അവരുടെ കുട്ടികളെ എസ്പെഷ്യലി ഗേൾസിനെ സ്കൂളിൽ അയക്കാനായിട്ട് വില്ലിങ് ആവാത്തത്. ഓക്കെ, ദെൻ മെനി ഫാമിലീസ് ആർ ടു പുവർ അണേബിൾ ടു ബിയർ ദ കോസ്റ്റ് ഓഫ് എഡ്യൂക്കേറ്റിംഗ് ദെയർ ചിൽഡ്രൻ. മറ്റൊന്നെന്താണ് സ്കൂളിൽ ഫീസൊന്നും കൊടുക്കാനായിട്ട് കഴിയാൻ പറ്റാത്തത് കൊണ്ട്. അതായത് മെനി ഫാമിലീസ് എന്താണ് പുവറായിട്ടുള്ളവരാണ്, അവരെന്താണ് ഡെയിലി വർക്ക് ചെയ്ത് ജീവിക്കുന്നവരാണ്. അപ്പോൾ അവർക്ക് കുട്ടികളെ സ്കൂളിലേക്ക് അയച്ചാൽ അവർക്ക് സ്കൂളിലേക്ക് അടയ്ക്കാനുള്ള ഫീസോ അല്ലെങ്കിൽ ബുക്സുകൾ വാങ്ങാനോ അല്ലെങ്കിൽ യൂണിഫോം വാങ്ങാനോ ഒക്കെയുള്ള അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷന് പോകാനുള്ള കോസ്റ്റ് കൊടുക്കാനുള്ള മണിയൊന്നും അവരുടെ കയ്യിലില്ലാത്തത് എന്താണ് അവർക്ക് എഡ്യൂക്കേഷൻ കിട്ടുന്നതിന് തടസ്സമാവുകയാണ് ചെയ്യുന്നത്. ബോയ്സ് മേ ഗെറ്റ് പ്രിഫറൻസ് ഇൻ ദിസ് സിറ്റുവേഷൻ. മെനി ചിൽഡ്രൻ ഓൾസോ ലീവ് സ്കൂൾ ബിക്കോസ് ദേ ആർ ഡിസ്ക്രിമിനേറ്റഡ് എഗെയിൻസ്റ്റ് ബൈ ദെയർ ടീച്ചർ ആൻഡ് ക്ലാസ്മേറ്റ് ലൈക്ക് ഓം പ്രകാശ് വാൽമീകി വാസ്. ഇവിടെ ഇങ്ങനെ പുവറായിട്ടുള്ള എന്താണ് ഫാമിലിയിലുള്ള കുട്ടികളെ എഡ്യൂക്കേഷനിൽ നിന്ന് പുറകോട്ട് തള്ളുകയാണെന്ന് പറഞ്ഞു. അതിൽ എസ്പെഷ്യലി ഗേൾസിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കാത്തത്, അവർ ബോയ്സിനായിരിക്കും പ്രിഫറൻസ് ചെയ്യുന്നത്. മറ്റൊന്നാണ് ഇത് ടീച്ചേഴ്സിൻ്റെയോ അല്ലെങ്കിൽ ക്ലാസ്മേറ്റ്സിൻ്റെയോ ഇടയിൽ നിന്ന് ഡിസ്ക്രിമിനേറ്റ് ചെയ്യപ്പെടുന്നത്. നമ്മൾ ഓം പ്രകാശ് വാൽമീകിയുടെ സ്റ്റോറി പഠിച്ചതായിരുന്നു അല്ലേ. അവരെന്താണ് ദളിത് കമ്മ്യൂണിറ്റി പെട്ടതായതുകൊണ്ട് സ്കൂളിൽ ചെന്ന് കഴിയുമ്പോൾ അവർക്ക് ബെഞ്ചിലോ അല്ലെങ്കിൽ മാറ്റിലോ ഒന്നും ഇരുത്തിയില്ല. സ്കൂളിൻ്റെ അവർ ക്ലാസ് റൂമിൻ്റെ ഡോറിനടുത്താണ് ഇരുത്തിയിരുന്നത്. അതുപോലെ സ്കൂളിലെ എല്ലാ ജോലികളും ദളിത് ആയിട്ടുള്ള ഈ ഓം പ്രകാശിനെ കൊണ്ട് ചെയ്യിപ്പിക്കുകയുണ്ടായി അല്ലേ. പ്ലേ ഗ്രൗണ്ട് ക്ലീൻ ചെയ്യിപ്പിക്കുക ഒക്കെ ചെയ്യിപ്പിച്ചത്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യപ്പെടുന്നതും എന്താവുന്നുണ്ട്, കുട്ടികൾ സ്കൂളിൽ പോകുന്നതിന് തടസ്സമായി മാറാറുണ്ട്. അപ്പോൾ ദീസ് ആർ ദ റീസൺസ്. ഓക്കെ, ഹിയർ യു ക്യാൻ സീ എ ഡയഗ്രാം. എക്സ് ആക്സിസിൽ ബോയ്സ് ഗേൾസും വൈ ആക്സിസിൽ പെർസെൻറ്റേജുമാണ് ഡിനോട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ ടേബിളിനെ ബേസ് ചെയ്തിട്ടാണ് ഇവിടെ ഡയഗ്രാം ഡ്രോ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റത്തെ ഓൾ ബോയ്സ് എന്നുള്ള കാറ്റഗറിയിൽ ഫസ്റ്റത്തെ 34 ബോയ്സ് സ്കൂളിൽ നിന്ന് ലീവ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഇതുപോലെ ഒരു ഡയഗ്രാം വരച്ചിട്ട് കറക്റ്റായിട്ട് നമ്പേഴ്സ് അടയാളപ്പെടുത്തിയിട്ട് എങ്ങനെയാണ് ഇതുപോലെ ബാറുകൾ വരയ്ക്കണം. ഓൾ ബോയ്സ് 34%, 30 കഴിഞ്ഞ് മുകളിൽ 4 വരെ എത്തുന്നിടം വരെ ലൈൻസ് വരച്ച് നമ്മൾക്ക് ഈ ബാറ് മെഷർ ചെയ്യാം. SC ബോയ്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 37 ബോയ്സാണ് ലീവ് ചെയ്യുന്നത്. ദെൻ ST ബോയ്സ് എത്രയാണ്?
49. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ എന്താ 49 വരെ നിങ്ങൾക്ക് ബാറ് വരയ്ക്കാവുന്നതാണ്. ഓക്കെ, എന്നിട്ട് ഇവിടെ എന്ത് എഴുതാം? ST ബോയ്സ് എത്ര പെർസെൻറ്റേജ്? 49%. ഓക്കെ, ഇതുപോലെ തന്നെ എന്ത് ചെയ്യാം? ഗേൾസിൻ്റെയും വരയ്ക്കാം. ഫസ്റ്റ് നിങ്ങൾക്ക് ഏതാ? പ്രൈമറി ക്ലാസ്സസിൻ്റെയാണ് ഡ്രോ ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ ഓൾ ഗേൾസ് എന്നുള്ളത് 29%. ദെൻ SC ഗേൾസ് എന്നുള്ളത് 36%. ഓക്കെ, ദെൻ ST ഗേൾസ് എന്നുള്ളത് 49%. ഇങ്ങനെ നിങ്ങൾക്ക് ബാറുകൾ വരച്ച് അടയാളപ്പെടുത്താവുന്നതാണ്. ഓക്കെ, ഇതുപോലെ പ്രൈമറി, ദെൻ എലമെൻ്ററി, സെക്കൻഡറി ലെവൽസിൽ നിങ്ങൾക്ക് 3 ബാർ ഡയഗ്രാംസ് ഡ്രോ ചെയ്ത് ഓരോ കാറ്റഗറിയിലും പെടുന്ന എത്ര പെർസെൻറ്റേജ് ആണെന്ന് നിങ്ങൾക്കിവിടെ അടയാളപ്പെടുത്താവുന്നതാണ്. ദിസ് ഈസ് homework. Okay, now we can wind up our class. You should read our textbook. That is very important. You understand main points in this part. Okay, thank you. Have a nice day.